ഹലോ, ഹായ്. ഒരു കാര്യം അറിയില്ല എന്നുള്ളത് ഒരു വലിയ തിരിച്ചറിവാണ്. ദൈവത്തിന്റെ ദാനമായി ലഭിച്ചതാണ് നമുക്കുള്ള അറിവുകൾ. മനുഷ്യന്റെ സഞ്ചാര വഴിയിൽ അന്ധകാരത്തിൽ നിന്നും പ്രകാശം പരത്തുന്ന വഴിവിളക്കുകളെ പോലെയാണ് നമുക്ക് ലഭിച്ച അറിവുകൾ. അറിവ് കൃത്യമായി ദിശ നൽകി മനുഷ്യനെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കും. പലതും എനിക്ക് അറിയില്ല എന്നുള്ള തിരിച്ചറിവാണ് അറിവിന്റെ ലോകത്തേക്കുള്ള ആദ്യ കവാടം. ഇനി അറിവില്ലാത്ത ഒരു കാര്യം അറിയില്ല എന്ന് തുറന്നു പറയുന്നത് ഒരിക്കലും അപമാനമായി കരുതേണ്ടതില്ല. അതാണ് മാന്യത. കാരണം നാം ആരും ജനിച്ചു വീണത് തന്നെ അറിവ് നിറഞ്ഞവരായല്ല എന്ന കാര്യം ഓർക്കുക. ഇങ്ങനെയൊന്ന് ഓർത്തു നോക്കിയേ. ഇന്ന് രാത്രി നിങ്ങൾ കിടക്കാനായി പോകും മുമ്പ് ഇന്നലെ വരെ അറിഞ്ഞതിൽ നിന്നും അധികമായ കുറെ അധികം അറിവുകൾ പുതിയതായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അത് തീർച്ചയാണ്. അത്രമാത്രം ധാരാളം പുതിയ ഇൻഫർമേഷൻസ് അനുദിനം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഓർമ്മയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഈ കാലഘട്ടം തന്നെ ഇൻഫർമേഷനുകളുടെ കാലഘട്ടമാണ്. നാം അഭ്യസിച്ച ഓരോ അറിവും നമ്മെ ലാളിത്യത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് നയിച്ച് ഈ ഭൂമിയിലെ ഏറ്റവും ചെറിയ മനുഷ്യനായി നമുക്ക് സ്വയം തോന്നുന്നത് പോലെ ആയിത്തീരാൻ ഇടയാക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിറഞ്ഞു കൊയ്യാറായ നെൽപ്പാടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർണ്ണവർണ്ണ നിറത്തിൽ കതിരുകളുമായി നിൽക്കുന്ന നെൽപ്പാടം. എന്നാൽ അടുത്ത് ചെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വിചിത്രമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എന്താണെന്നോ? കുറച്ച് നെൽച്ചെടികൾ ആരോഗ്യത്തോടെ അംഗം വെട്ടാൻ തയ്യാറായ പോരാളിയെ പോലെ നിവർന്നു നിൽക്കുന്നു. നല്ലൊരു കാഴ്ചയാണത്. എന്നാലോ മറ്റു ചില ചെടികൾ തണ്ടൊടിഞ്ഞ പോലെ കുമ്പിട്ട് ഇപ്പ താഴെ വീഴും എന്നുള്ള നിലയിൽ നിൽക്കുന്നു. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാഴ്ച? നിങ്ങൾ ഇതിൽ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ആരോഗ്യത്തോടെ നിവർന്നു നിൽക്കുന്ന നെൽച്ചെടികളെയാണോ അതോ ഒടിഞ്ഞു തൂങ്ങി വീഴാറായി നിൽക്കുന്ന ചെടികളെയാണോ? നമ്മൾ തീർച്ചയായും ആരോഗ്യമുള്ള ചെടികളെ സ്വാഭാവികമായും ഇഷ്ടപ്പെട്ടു പോകും. കാരണം അവയുടെ ആ നിൽപ്പ് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്, ശരിയല്ലേ? അല്ലെങ്കിൽ തന്നെ ബലഹീനരെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ വാസ്തവം എന്താണെന്നറിയാമോ? നമ്മൾ ഇഷ്ടപ്പെടാതെ തള്ളിക്കളഞ്ഞ ഒടിഞ്ഞു തൂങ്ങിയ ആ നെൽച്ചെടികളിൽ മാത്രമാണ് നെൽക്കതിരുകളുള്ളത്. കതിരിലെ നെൽമണികളുടെ ഭാരം മൂലമാണ് ആ ചെടികൾ തല കുമ്പിട്ട് നിൽക്കുന്നത്. എന്നാൽ സകലരെയും വെല്ലുവിളിക്കുന്ന മട്ടിൽ ഉയർന്നു നിൽക്കുന്ന ചെടികളുടെ കതിരുകൾ നോക്കിയാൽ അത് മുഴുവനും പതിരുകളാണെന്ന് കാണാൻ കഴിയും. നിൽപ്പും കാഴ്ചയും ഒക്കെ നല്ല ഭംഗിയിലാണെങ്കിലും അകത്ത് ഉള്ളിൽ അവർക്ക് കാര്യമായി ഒന്നുമില്ല എന്ന് സാരം. പല മനുഷ്യരുടെയും കാര്യത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പുറമെ മാത്രം നോക്കി വിധി പ്രസ്താവിക്കാതിരിക്കുന്നതാവും ഉചിതം. നമ്മുടെ അറിവ് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള തുവാല പോലെയാകണം. ഒരു കുഞ്ഞു പൂവിൽ നിന്നും ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ടെന്ന ബോധത്തോടെയാവണം നാം അറിവിലേക്ക് നടന്നെടുക്കാൻ. ഹാവ് എ നൈസ് ഡേ.